കുട്ടേട്ടാ 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 നിക്ക് 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 നിക്ക്. എന്തിനാ എന്താ കിട്ടുക? അമ്പലത്തിൽ പോയില്ലോ. കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി നീ പറഞ്ഞത്? അതൊക്കെ ഞാൻ അറിഞ്ഞ്. ഇതിലത്തെ സംസാരിക്കാൻ നമുക്ക്. ഈ ചെക്കനോട് തോറ്റു പോയാ എല്ലാ കുട്ടിയോ, എനിക്ക് നേരത്തെ നീ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. എന്ത് മനസ്സിലായിന്നാ പറഞ്ഞത്? അല്ല, ഇന്ന് അമ്പലത്തിൽ പരിപാടി അല്ലേ? തിരക്കൊക്കെ ഉണ്ടായിരുന്നോ? തിരക്കൊക്കെ ഉണ്ടായി. അല്ല, എന്താ കുട്ടേന്റെ മുഖത്തൊരു വാട്ടോ? ഒന്നുമില്ലടാ, ഓരോരോ സങ്കടങ്ങളാ. അതെന്താ ചെയ്യുന്നത് പറയ്, പരിഹാരം ഉണ്ടാക്കാം. ഇന്നാള് ഞാൻ അമ്പലത്തിൽ പോയിരിക്കുമ്പോൾ 3 പെൺകുട്ടികളെ കണ്ടു. അതിൽ പെൺകുട്ടിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടിയോ. അതല്ല, ഡെയിലി അമ്പലത്തിൽ പോണില്ലേ കുട്ടാട്ടാ? എന്നിട്ട് ഞാൻ ഇന്ന് അവളടുത്ത് ഞാൻ പോയി, ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. പക്ഷേ അവളെ കൂട്ടുകാരത്തി എന്നെ ചീത്ത പറഞ്ഞടാ. എന്തിന്? അവളെന്തിനു ചീത്ത പറഞ്ഞു? കുട്ടോ, അവള് പറയാടാ, ചേട്ടനെ പ്രായമുള്ള പെൺകുട്ടികളെ നോക്കിയാൽ മതിയില്ലേന്ന്. ഇത് കേട്ടേക്കുമ്പോൾ ഭയങ്കര സങ്കടമായടാ. എന്നിട്ട് കൂട്ടുകാരൻ എന്താ പറഞ്ഞു? ഞാൻ അവളോട് പറഞ്ഞു, പ്രായം നോക്കണ്ട, എനിക്ക് ജോലിയുണ്ട്, പൈസയുണ്ട്. പക്ഷെ എടാ, അവളെ കൂട്ടുകാരി പറഞ്ഞു സർക്കാർ ജോലിക്കാർക്ക് മാത്രമേ അവളെ അച്ഛൻ വിവാഹം കഴിച്ചു കൊടുക്കുള്ളൂ. അത് അങ്ങനെ പറഞ്ഞോ? ആടാ, ഇത് കേട്ടേക്കുമ്പോൾ ഭയങ്കര സങ്കടമായടാ. സാരില്ല കുട്ടാ, അത്ര കാലഘട്ടത്തിൽ ഈ കള്ളും കഞ്ചാവും എംഡിയൊക്കെ അടിച്ചാൽ യുവാക്കളുടെ കൂടെ പോകാൻ ഇഷ്ടംമാതിരി പെൺകുട്ടികളുണ്ട്. എന്നാലോ കുട്ടേട്ടനെ പോലെ കുടുംബം നോക്കുന്ന ചെറുപ്പക്കാർക്ക് പെണ്ണും കിട്ടാനില്ല. കുട്ടേട്ടൻ വിഷമിക്കണ്ട, കുട്ടേട്ടനെ കാത്ത് നല്ലൊരു പെണ്ണ് എവിടെയോ ഉണ്ട്. ഓക്കേടാ കുട്ടോ, ഞാൻ പോവാ, സമയമായി വർക്കിന് പോവാം. ഞാനിട്ട് അത് വരെ എന്താ കുട്ടോ? കുട്ടേട്ട അമ്പലത്തിലല്ലേ പോണത്? അതെ. അല്ല, വന്ദനം വിളിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടേട്ട അമ്പലത്തിൽ വെച്ച് കാണണമെന്ന് പറഞ്ഞു. എന്തിനാ എന്നെ വന്ദന കാണാന്ന് പറഞ്ഞു? കുട്ടേട്ട ആലോചിച്ച് ചെല്ലാൻ നോക്ക്.